എല്ലാവർക്കും നമസ്കാരം. രൂപ കത്മീരെ മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇപ്പൊ ഈ സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NISM എക്സാമിന്റെ 8 സീരീസ് ആണ്. ഇതിൽ പറഞ്ഞത് ഇക്വിറ്റി ആൻഡ് ഡെറിവേറ്റീവ്സ്. ഇനി ഡെറിവേറ്റീവ്സിലേക്ക് കിടക്കണം. എന്താ ഡെറിവേറ്റീവ്സ് എന്നുള്ളതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനാണ് നമ്മൾ ഇന്നത്തെ ശ്രമം. അപ്പൊ നിങ്ങൾ നോട്ടിൽ എഴുതി കീപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ കമന്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് അറിയിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ പറഞ്ഞു തരണ്ടേ. ആവശ്യക്കാർക്ക് എന്ത് സഹായം ചെയ്യാനും നിങ്ങൾ തയ്യാറാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. അതൊരു ഓരോന്നിന്റെയും അണ്ടർലൈൻ അസറ്റ് ആയിരുന്നു വരിക കേട്ടോ. അപ്പൊ അതിന്റെ എക്സാമ്പിളുകളും അതിനെ കുറിച്ചുള്ള ഐഡിയയും കാര്യങ്ങളൊക്കെ തരാം. എങ്ങനെയാണ് ഈ ഡെറിവേറ്റീവ്സിന്റെ എവല്യൂഷൻ, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്താണ് ഉണ്ടാവാൻ കാരണം, അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ചിട്ടും എത്രയെല്ലാം തരം ഡെറിവേറ്റീവ്സുകളും ടൈപ്സും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. അപ്പൊ അതില് ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. വാട്ട് ആർ ഡെറിവേറ്റീവ്സ്? ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഒന്ന് നോക്കാം കേട്ടോ. എന്തൊക്കെ തരം ഡെറിവേറ്റീവ്സുകൾ ഉണ്ടെന്ന് നോക്കാം. അപ്പൊ നമ്മളിപ്പോ സാധാരണ നിങ്ങൾ കാണുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഡിസ്കഷൻ ചെയ്തിട്ട് പറയാം. ഏതൊക്കെയാണെന്നറിയോ? ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ്, അതുകൂടാണ് നിങ്ങൾ സ്റ്റോക്കുകൾക്ക് ചെയ്യാറുണ്ടാവും. സ്റ്റോക്കിന്റെ ഇപ്പൊ റിലയൻസ്, പിന്നെ ഇൻഫോസിസ്, അങ്ങനെയുള്ള സ്റ്റോക്കുകളുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അദാനിയുടെ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ കമ്മോഡിറ്റി എന്ന് പറയുമ്പോൾ ഗോൾഡ്, പിന്നെ കറൻസികൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ചെയ്യുന്നുണ്ടാവും. ഇന്റർനാഷണൽ ലെവലിലൊക്കെ ഫോറക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് ഡെറിവേറ്റീവ്സ് വരുന്നത് കേട്ടോ. 50 ടയറുകളുടെ മൂവ്മെന്റ് നോക്കിയിട്ടാണ് നമ്മുടെ നിഫ്റ്റിയുടെ ഇൻഡെക്സ് മൂവ് ചെയ്യണത്. ഈ ഓപ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് ഓപ്ഷൻ ചെയിനൊക്കെ മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് അതിന്റെ മൂവ്മെന്റ് നടക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു വലിയൊരു സ്ട്രക്ചറാണ് ഇത് വരുന്നത്. അപ്പൊ ഇതില് നിങ്ങൾ എന്താണ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി, സെൻസെക്സ്, അങ്ങനെയുള്ള ഇത് കമ്മോഡിറ്റി അങ്ങനെയുള്ള വരുന്നില്ലേ, അതിനെയാണ് ഈ ഡെറിവേറ്റീവ്സ് എന്ന് പറയാ. ഒരു അണ്ടർലൈൻ അസറ്റ് എന്ന് പറയാ. അപ്പൊ അതിന് നമുക്ക് മേടിക്കാനും വിൽക്കാനും ഒക്കെ ഉള്ള ഒരു ഓപ്ഷൻ ആക്കിയിട്ടുള്ള ഒരു ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ സിസ്റ്റം പറഞ്ഞത് കേട്ടോ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ നിഫ്റ്റിയിലേക്ക് പറഞ്ഞാൽ 24,800 അല്ലേ. അപ്പൊ മാർക്കറ്റ് 24,850 24,900 മാർക്കറ്റ് മൂവ് ചെയ്യും വെച്ചിട്ട് അതിനെ നമുക്ക് ബൈ ചെയ്യാനും സെല് ചെയ്യാനും പറ്റുന്ന ഓപ്പർച്യൂണിറ്റി. അതുപോലെ തന്നെ സ്റ്റോക്കുകളുടെ കാര്യം പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോ സ്റ്റോക്കുകൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ വെച്ചിട്ട് പറയണ്ട, റിലയൻസിന്റെ ഒക്കെ പറയുകയാണെന്ന് വിചാരിക്കുക. 1000 രൂപയാണ് സ്റ്റോക്കിന് വില വെച്ചെങ്കിൽ അത് 1100 അല്ലെങ്കിൽ 1050 പോകും എന്നുള്ളത് നമുക്ക് മുന്നേ പ്രവചിക്കാൻ പറ്റില്ല. അപ്പൊ അതിനെ പ്രഡിക്ഷൻ ചെയ്യണതും അതിന്റെ മൂവ്മെന്റ് നോക്കണതും അതിനെ ഹെഡ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണ്ടിയിട്ടാണ് ഈ ഡെറിവേറ്റീവ്സ് വന്നുള്ളത് തന്നെ. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 1000 രൂപയുടെ സ്റ്റോക്കാണ് ഇപ്പൊ റിലയൻസ് വെച്ചെങ്കിൽ നമ്മൾ 1000 രൂപയുടെ സ്റ്റോക്ക് വാങ്ങണില്ല. അതിനു പകരം അതിന്റെ മൂവ്മെന്റം വരുന്ന ആ പ്രൈസ് മാത്രമേ നമ്മൾ വാങ്ങണുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 1000-ന് 1050 ആവശ്യമെങ്കിൽ 1000-ന് 1025 അങ്ങനെ ഓരോ പ്രൈസ് ഉണ്ടായിരിക്കും. അപ്പൊ ആ പ്രൈസ് മാത്രമേ നമ്മൾ വാങ്ങണുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ 5 രൂപ അല്ലെങ്കിൽ 10 രൂപ അങ്ങനെ റേഞ്ചിലുള്ള ആ 10 രൂപയും നമ്മൾ വാങ്ങണുള്ളൂ. പക്ഷെ നമ്മൾ വാങ്ങണത് ഒരു സ്റ്റോക്ക് വാങ്ങണമെങ്കിൽ എത്രയാണ്? 1000 രൂപ വേണം. അപ്പോ 10 സ്റ്റോക്ക് വേണമെങ്കിൽ 10,000 രൂപ വേണം. അപ്പൊ 100 സ്റ്റോക്ക് വാങ്ങണം വെച്ചെങ്കിൽ നമുക്ക് 1,00,000 രൂപ വേണം. അതേസമയം ഈ കോൺട്രാക്ട് വാങ്ങണം വെച്ചെങ്കിൽ 5 രൂപ വരെ വിലയുള്ള കോൺട്രാക്ട് നമ്മൾ ബൈ ചെയ്യണം വെച്ചെങ്കിൽ ഇതിൽ ലോഡ് സൈസ് ഉണ്ടാവും. അപ്പൊ ഒരു ലോഡ് സൈസ് 1000, 2000 അങ്ങനെയൊക്കെ ഉണ്ട് വിചാരിക്കുക. അല്ലെങ്കിൽ 200, 300, 100 അങ്ങനെ ഒരു കണക്ക് വിചാരിക്കുക. അപ്പൊ 100 എണ്ണ വാങ്ങണം വെച്ചെങ്കിൽ നമുക്ക് 5,000 രൂപ മതി. ഒരു 1000 എണ്ണ വാങ്ങണമെങ്കിൽ 50,000 രൂപ. അങ്ങനെയുള്ളൊരു കണക്ക്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ 5 രൂപയ്ക്ക് വാങ്ങണില്ലേ, നമ്മൾ കയറ്റി ചുരുങ്ങിയത് മനസ്സിലാവാനായി പറയണത് കേട്ടാ. 5,000 രൂപയ്ക്ക് നമുക്ക്, അതായത് 100 എണ്ണം വാങ്ങണം വെച്ചെങ്കിൽ 1,00,000 രൂപ വെച്ചെങ്കിൽ എക്സാമ്പിൾ മനസ്സിലാക്കാനാണ്. 5,000 രൂപയ്ക്ക് നമുക്ക് അത്രയ്ക്കും ക്വാണ്ടിറ്റി വാങ്ങാൻ പറ്റും. പക്ഷെ അതിന് നമ്മൾ മൊത്തം സ്റ്റോക്ക് ഹോൾഡ് ചെയ്യണില്ല, മൊത്തം സ്റ്റോക്ക് നമ്മൾ മേടിച്ചിരിക്കണില്ല. ആ പ്രോഫിറ്റിനെ മാത്രം മേടിക്കാന്നുള്ള പറയുന്ന പോലത്തെ ഒരു സിസ്റ്റം. അപ്പൊ മാർക്കറ്റ് അവിടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 5 രൂപ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. അല്ല വെച്ചെങ്കിൽ നമ്മൾ എങ്ങനെയാ 1,00,000 രൂപയ്ക്ക് വാങ്ങിയാലാണ് 1,50,000 ആയി കഴിഞ്ഞാൽ 1,50,000 നമുക്ക് ലാഭം കിട്ടുക. ഇത് എക്സാമ്പിൾ പറഞ്ഞാൽ 5,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് 5,000-ന്ന് ഒരു 5 പോയിന്റ് മാറി കഴിഞ്ഞാൽ അത് 10,000 ആയിട്ട് മാറും, 6,000 അങ്ങനെ ആ റേഞ്ചിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 5,000 വെച്ചെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മാറണം ഓരോ പോയിന്റിനും 1000 രൂപ വെച്ച് കിട്ടും എന്നുള്ളൊരു കൺസെപ്റ്റ്. നിങ്ങൾ എല്ലാ സ്റ്റോക്കിനും വർക്ക് ചെയ്യണ കൺസെപ്റ്റ് ആണ് കേട്ടോ. വില നിങ്ങൾ കണക്കാക്കണ്ട, ഇതാണ് കൺസെപ്റ്റ്. അപ്പൊ ഈ കൺസെപ്റ്റിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിൽ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യണവർ ഒരുപാടുണ്ടല്ലോ. അപ്പൊ അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹെഡ്ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വില താവോ, അതായത് ഇപ്പോ 10 കോടിയൊക്കെ വാങ്ങിയിട്ടവരുണ്ട് റിലയൻസിന്റെ. ഇത് പെട്ടെന്ന് ഇടിഞ്ഞിട്ട് 900-ക്ക് വരുമോ, അല്ല വെച്ചെങ്കിൽ കുറച്ചുകൂടി മുന്നിലേക്ക് പോകുമോ എന്നുള്ള കണക്ക് കാര്യങ്ങളിലൊക്കെ മേടിച്ചിട്ട് വരണം വെച്ചെങ്കിൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പർപ്പസ് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്
താഴേക്ക് പോയി കഴിഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ നമുക്ക് ഒരു സെല്ലിംഗ് പർപ്പസിൽ ഓപ്ഷൻ ആണെന്ന് വെച്ചെങ്കിൽ നമുക്ക് അതിൽ ഓപ്ഷൻ ബൈ ചെയ്തിട്ട് വേണമെച്ചെങ്കിൽ നമുക്ക് അതിനെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റും. അതാണ് ഹെഡ്ജിങ് എന്ന് പറയുന്ന തിയറി എന്ന് പറയുന്നത്. സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കിന്റെ ഓപ്ഷൻ വാങ്ങിയിട്ട് ഓപ്ഷനെ ചെറിയൊരു പൈസ ഉണ്ട്. അപ്പൊ ഇത് 10 കോടിക്ക് നമ്മൾ സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മളൊരു 50 ലക്ഷം എങ്ങനെ ഉപയോഗിച്ചിട്ട് നമുക്കതിനെ നമ്മുടെ വലിയ വരുന്ന ലോസിനും കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ഷൻ ചെയ്യാന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഹെഡ്ജിങ് എന്നുള്ള കാര്യമൊക്കെ ഉരുത്തിരിഞ്ഞു വരാനും ഈ പ്രിക്കോഷന് വേണ്ടിയിട്ടാണ് അവർ ഇതൊക്കെ കൊണ്ടുവന്നുള്ളത്. അതേപോലെ തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. 1 ലക്ഷം രൂപയ്ക്ക് അതായത് 10 കോടി രൂപയ്ക്ക് വാങ്ങാൻ ഫണ്ട് ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുന്നുള്ളത് എന്താ വെച്ചെങ്കിൽ നമുക്ക് ആ സാധനം 1 കോടി രൂപയ്ക്ക് വാങ്ങിയിട്ട് അത്രയും ലാഭം ഉണ്ടാക്കാം. പക്ഷെ ഹൈ റിസ്ക് ആണ്. നമുക്ക് നമ്മൾ മേടിക്കുന്നത് എന്താ കഴിഞ്ഞാൽ ലാഭം നഷ്ടം എന്നുള്ള ആ പൈസ തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്യണത്. മനസ്സിലായ? 1000 രൂപയിൽ നിന്ന് 1020 വന്നു കഴിഞ്ഞാൽ എത്ര 20 രൂപയിലെ ലാഭം ഉണ്ടാവുക. നേരെ 10 കോടി രൂപ ഇറക്കണിച്ചെങ്കിൽ നമുക്കത് കിട്ടുക ഒരു ഉദാഹരണം പറഞ്ഞാൽ 20 ലക്ഷം വിചാരിക്കുക. അതിന് പകരം നമുക്ക് 20 ലക്ഷം ഇറക്കിയിട്ട് 20 ലക്ഷം രൂപ കിട്ടാവുന്ന ഓപ്പർച്യൂണിറ്റിയാണ് വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം ചെയ്തിട്ടുള്ളത്. അതായത് ഫുള്ള് ഫണ്ട് ഇറക്കാനില്ലാച്ചെങ്കിലും ഇത് മേടിക്കാനുള്ള അവസരം. മാർക്കറ്റിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി, അതായത് മേടിക്കലും വിൽക്കലും കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ഓപ്പർച്യൂണിറ്റി. നഷ്ടം വന്നാലും പേടിക്കാണ്ടിരിക്കാനുള്ള ഹെഡ്ജിങ്ങിനുള്ള ഓപ്ഷൻ. ഈ എല്ലാ കാര്യങ്ങളും കൂടി ചേർന്നിട്ടുള്ള ഒരു സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് ഈ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വന്നുള്ളത്. അപ്പൊ അതിന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ പറയേണ്ടത്. ഇപ്പോ സബോളയുടെ വിളവെടുപ്പ് വരുന്നത്. അപ്പൊ സബോള വിളവെടുപ്പ് വരുമ്പോ സബോളക്ക് ഇപ്പൊ 15 രൂപ കിലോനുണ്ട്. അപ്പോ സബോളക്ക് ചിലവർ മനസ്സിലാക്കണം ഈ സീസണിൽ എല്ലാ രാജ്യവും 25 രൂപ വരാറുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് 25 രൂപയ്ക്ക് വാങ്ങുന്നവരുണ്ട്. ചിലവര് എക്സ്പെക്ട് ചെയ്യണത് കഴിഞ്ഞാൽ ഇപ്പോ മഴ കാലാവസ്ഥ വ്യതിയാനങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ 25 രൂപയാവും ചേച്ചി ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ ചിലവര് കഴിഞ്ഞാൽ ഒരു കുഴപ്പങ്ങളും ഉണ്ടായില്ല, നല്ല വിളവെടുപ്പും എല്ലാ ഏരിയയിൽ നിന്നും സാധാരണ പോലെയല്ല, അതിനേറ്റവും കൂടുതൽ സബോള കൃഷി കൂടുതൽ നടന്നുണ്ട്, ഏക്കർ കണക്കിന് നടന്നുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് വില കുറയുന്നുള്ള രീതിയിൽ അവര്, അതായത് മാർക്കറ്റിനെ പഠിക്കുക എന്നുള്ളതാണ് ഇതിന്റെ സിസ്റ്റം. മനസ്സിലായ? അത് തന്നെ മനസ്സിലാക്കാൻ പറഞ്ഞത്. അപ്പൊ ഈ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാവുന്നൊക്കെ വിചാരിച്ച് അതായത് ആരാണോ പഠിച്ച്, ആരാണോ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ അനലൈസ് ചെയ്ത്, ആരാണോ മാർക്കറ്റിനെ മനസ്സിലാക്കിയിട്ട് ചെയ്യണത് അവർക്ക് ആയിരിക്കും ഇതിൽ ലാഭം ഉണ്ടാവുക. ജസ്റ്റ് ഒരു റാൻഡമത്തിൽ നമ്മൾ ഒരു ബൈ ചെയ്തു, പോയാലോ ജസ്റ്റ് സെല് ചെയ്തു ഇടിഞ്ഞാലോ എന്ന് ചെയ്യുന്നതിന് ഉപരി ഇതേ രീതിയിലാണ് പഠിക്കുക. ഇപ്പൊ കൃഷിയുടെ രീതി പറയുന്നത് വെച്ചാൽ കാലാവസ്ഥയുടെ കാര്യങ്ങള്, കമ്പോളത്തിൽ ഉണ്ടാവുന്ന നിലവാരങ്ങള്, ഡിമാൻഡ്, സപ്ലൈ എന്ന് പറയുന്നത് ആ റേഞ്ച് ഒക്കെ നോക്കി ആൾക്കാര് എല്ലാവരും ഈ കൃഷി തന്നെ ചെയ്തിട്ടുണ്ടോ. ഒരു പ്രാവശ്യം ലാഭം കിട്ടി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ നേന്ത്രവാഴ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഓണത്തിന് ചിലപ്പോൾ 125 രൂപ 150 രൂപയൊക്കെ ഒരു പ്രാവശ്യം കിലോന് വില വന്നു വെച്ചാൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ പഴത്തിന് 80 രൂപയ്ക്ക് വരുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വിലയും കണ്ടിട്ട് അടുത്ത പ്രാവശ്യം എല്ലാവരും കർഷകരൊക്കെ കൃഷി ചെയ്യാൻ വരും. കൃഷി ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഓവറായിട്ട് പഴം കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ വന്ന് എന്താ ഉണ്ടാവുക, വില കുറയും. ആൾക്കാരൊന്നും വില കുറഞ്ഞപ്പോ പിറ്റത്തെ കൊല്ലം ചിലപ്പോൾ ആൾക്കാർ നമ്മുടെ ആൾക്കാർ ആരും ചെയ്യില്ല. അപ്പൊ 80 രൂപയ്ക്ക് എല്ലാം ചോദിച്ചിട്ട് ആരും ചെയ്യില്ല. അപ്പൊ അടുത്ത പ്രാവശ്യം കുറച്ചുണ്ടാവുള്ള സാധനം അപ്പൊ വില 125 150 ഒക്കെ ആവും. അങ്ങനെയാണ് നമ്മുടെ ആൾക്കാരുടെ മനസ്സ് സഞ്ചരിക്കുന്നത്. ഈ സബോള കൃഷി എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ കോഴിയുടെ കച്ചവടമായാലും ഇപ്പൊ പൂര സീസൺ, നമ്മുടെ പെരുന്നാൾ സീസൺ, നാട്ടിലെ ഇതൊക്കെ വരുമ്പോ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് കൂടുന്നുണ്ടാ, കോഴിക്കൊക്കെ വില കൂടുന്നുണ്ടാ. ഇതാണ് ഈ സിസ്റ്റം തന്നെയാണ് ഷെയർ മാർക്കറ്റിലും ഇതിലൊക്കെ വർക്ക് ചെയ്യണത്. അത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യണതാണ് ഇത്. അപ്പൊ ഈ കണക്കുകൂട്ടലിലാണ് മാർക്കറ്റിൽ നമ്മൾ ബെറ്റ് ചെയ്യണത്, കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ അണ്ടർലൈങ് അസറ്റും അതിന് വേണ്ടിയിട്ടുള്ള അതിന്റെ പ്രൈസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കട്ടെ. ഇതാണ് ഇതിന്റെ ഞാൻ അങ്ങനത്തെ രീതിയിൽ ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ പറഞ്ഞത്. ഇത് നമ്മൾ വാങ്ങുമ്പോൾ എന്താ വെച്ചാൽ സ്റ്റോക്കും കാര്യങ്ങളൊന്നും അല്ലാത്ത കാരണം ഇതിന് നമുക്ക് ഓണർഷിപ്പ് ഒന്നും കിട്ടില്ല. ഇന്ന് വാങ്ങി ഇന്ന് വിൽക്കണു, അല്ലെങ്കിൽ ഇപ്പൊ ഒരാഴ്ചത്തെ എക്സ്പയർ ആണെങ്കിൽ ഒരാഴ്ചത്തെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരാഴ്ചയാണ് നമ്മുടെ കയ്യിൽ അത് ഇരിക്കുള്ളൂ, ഡെലിവറി ആയിട്ട് ഇരിക്കുള്ളൂ. ഇപ്പൊ പുട്ട് ഓപ്ഷൻ ആയാലും കോൾ ഓപ്ഷൻ ആയാലും ഫ്യൂച്ചേഴ്സ് ആയാലും എല്ലാതും നമ്മുടെ കയ്യിൽ അത്ര സമയമാണ് അത് ഇരിക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാകും, അത് നമ്മുടെ കയ്യിൽ പിന്നെ ഉണ്ടാവില്ല. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവിടാൻ വിചാരിക്കുന്നു. ജസ്റ്റ് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഇത് എന്താന്നുള്ളതിനെ കുറിച്ചൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, വായിച്ചു നോക്കിക്കോളൂട്ടാ. എന്തൊക്കെ തരം ഡെറിവേറ്റീവ്സും ഉണ്ട്, അണ്ടർലൈൻ അസറ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് ഓൾ ഓവർ വേൾഡിൽ നടക്കുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളതും മനസ്സിലാക്കുക. ഒരുവിധം ചെയ്യണവർക്കൊക്കെ അറിയാലോ, ഇൻഡെക്സിൽ ചെയ്യണ്ടാവും, സ്റ്റോക്കിൽ ചെയ്യണ്ടാവും, കമ്മോഡിറ്റി ചെയ്യണം, ക്രൂഡ് ഓയില്, ഗോൾഡ്, നാച്ചുറൽ ഗ്യാസ്, സിൽവർ, ഇതൊക്കെ ചെയ്യണവരുണ്ടാവുമല്ലോ. പിന്നെ കറൻസി പെയറുകൾ ചെയ്യണവരുണ്ടാവും. ഇതൊക്കെ ഇതിന്റെ ഇതാണ്. കറൻസിയുടെ വില കൂടുന്നതനുസരിച്ച് അതേ സിസ്റ്റം തന്നെയാണ് കറൻസിക്ക് വെച്ചുള്ളത്. നിങ്ങൾ ചെയ്യണ്ടാവും കൂടുതൽ ഫ്യൂച്ചർ ആണ് ഈ കറൻസിയിലും ഗോൾഡിലും ഒക്കെ കൂടുതൽ ചെയ്യണതായിട്ട് ഞാൻ കണ്ടുള്ളത്. ഓപ്ഷൻ ചെയിൻ അധികം ആൾക്കാർ ചെയ്യുന്നത് കാണാറില്ല. ഓപ്ഷൻ ചെയിൻ വെച്ചെങ്കിൽ ഇതേ സിസ്റ്റം തന്നെയാണ് അതിലും ഓപ്ഷൻ ചെയിൻ ആയിട്ട് പറഞ്ഞത് കേട്ടോ. ഓക്കെ.
അടുത്ത ചാപ്റ്റർ ഇത് എന്തൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ കുറിച്ചും ഇത് എന്തൊക്കെ വർക്ക് ചെയ്യണതിനെ കുറിച്ചുള്ളൊക്കെ ജസ്റ്റ് ഒരു ഐഡിയ ഈ പേജ് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. അതെന്താ വെച്ച് കഴിഞ്ഞാല് ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത കഴിഞ്ഞാൽ നല്ല ലിവറേജ് നമുക്ക് കിട്ടും. അതായത് ചെറിയൊരു എമൗണ്ടിന് നമുക്ക് മേടിക്കാനും വിൽക്കാനും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനൊക്കെ പറ്റും. അതേപോലെ തന്നെ ഇതില് റിസ്ക്കും വരുന്നുണ്ട്. അതായത് നമ്മൾ ലാഭത്തിനെയാണല്ലോ കണക്കാക്കണത്. അതായത് ഇപ്പൊ 5000 എന്ന് പറഞ്ഞ പോലെ 5000 രൂപ നമ്മുടെ റിസ്ക് ആണ്. 5000 രൂപ ലാഭം കിട്ടുന്ന പോലെ 5000 രൂപ നമ്മുടെ റിസ്ക് ആണ്. അപ്പൊ ഇതില് ലോസിന് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് നന്നായി പഠിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ ഉണ്ടാവും. അത് കാരണം കൊണ്ടാണ് ഈ ഓപ്ഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ലോസ് ഉണ്ടാവും എന്ന് പറയാൻ കാരണം അത്രയും ചെറിയൊരു എമൗണ്ടിന് വെച്ചിട്ട് അതിന്റെ വില വെച്ചിട്ടാണ് മാർക്കറ്റിന്റെ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ മാർക്കറ്റിന്റെ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് പ്രോപ്പറായി പഠിക്കാണ്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ലോസ് ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെ തരം കോൺട്രാക്റ്റുകൾ ഉള്ളതിനെ കുറിച്ചിട്ട് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാട്ടാണ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ലിവറേജ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് പണ്ട് ഉണ്ടായിരുന്ന സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഫോർവേഡ് സിസ്റ്റം ആയിരുന്നു. ഫോർവേഡ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് മനസ്സിലായേ? അതായത് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ തന്നെ കരാർ ചെയ്തില്ലേ? അത് രണ്ട് പാർട്ടികൾ ഉണ്ടാവുള്ളൂ. ഇപ്പൊ സ്ഥലക്കച്ചവടം നമ്മളൊരു കരാർ ചെയ്തു, നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു കരാർ ഇന്ന ഡേറ്റിന് ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ കരാറിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ മുദ്ര പേപ്പറിലും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യാം. പണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഒരു എഗ്രിമെന്റ് ആണ്. അഗ്രിമെന്റ് നടന്നില്ല വെച്ചെങ്കിൽ പിന്നെ നമുക്ക് കോടതിയിൽ പോകാൻ ബാധിക്കാം, അങ്ങനെയുള്ളൂ. അപ്പൊ അത് അതിനത്ര വിശ്വസ്തയും കാര്യങ്ങളൊന്നും നടന്നില്ല, അങ്ങനെയായിരുന്നു നടന്നിരുന്നത്. ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ സ്റ്റാൻഡേർഡൈസ് ആയി. അതായത് ഗവൺമെന്റ് മേൽനോട്ടത്തില് സെബിയുടെ അണ്ടറില് എക്സ്ചേഞ്ചുകൾ വഴി ചെയ്തു തുടങ്ങി. അപ്പോ ഈ കോൺട്രാക്റ്റുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് ഇപ്പോ എക്സ്ചേഞ്ച് വഴിയാണ്. അപ്പൊ അത് ഫ്യൂച്ചർ ഓപ്ഷൻ ഇതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പൊ ഈ ഡെറിവേറ്റീവ്സും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണത്. പിന്നെ ഫോർവേഡ് കോൺട്രാക്ട്സിനൊക്കെ എന്താ പ്രത്യേകത കഴിഞ്ഞാൽ പുറമെ ഉള്ള ഒരു സെറ്റിൽമെന്റ് ആണ്, ഔട്ട് സൈഡ് സെറ്റിൽമെന്റ് ആണ്. അപ്പൊ അതിന് ട്രാൻസ്പെറൻസി ഇത് കുറവായിരിക്കും. പക്ഷെ നമ്മുടെ ഇതിലുള്ള ഫ്യൂച്ചർ ഓപ്ഷൻ ഈ കാര്യങ്ങളൊക്കെ എന്താ കഴിഞ്ഞാൽ NSE കീഴിലും ഒക്കെ വരുന്നത് നമ്മുടെ, അതുപോലെ തന്നെ എക്സ്ചേഞ്ചുകളുടെ കീഴിലൊക്കെ വരുന്ന കാരണം കൊണ്ട് അതിന് ഗ്ലോബൽ എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് എല്ലാത്തിനും ക്ലാരിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആപ്പുകളും ജെനുവിൻ അല്ല. നമ്മുടെ ഫോറക്സിൽ 80% ജെനുവിൻ അല്ല, 20% ഉള്ളൂ നല്ലത് പിക്ക് ചെയ്തിട്ട് ചെയ്തോളൂ കേട്ടോ. പുറമെ എന്നുള്ളത് ചെയ്യുമ്പോഴൊക്കെ. പിന്നെ സെറ്റിൽമെന്റ് കാര്യങ്ങളൊക്കെ ക്യാഷിലാണ് സെറ്റിൽമെന്റ് കാര്യങ്ങളൊക്കെ നടക്കുക. പിന്നെ എന്തൊക്കെ തരമുള്ളത് എന്നുള്ളത് മനസ്സിലായില്ലേ? ഇനി ഡെറിവേറ്റീവ്സിന്റെ ടൈപ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടാ. അത് ഒന്ന് ജസ്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കോ. ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, ആൾക്കാർ ബൈ സെല്ല് ചെയ്യുന്നത് തന്നെ നോർമൽ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. പാർട്ടികൾ തമ്മിലുള്ള ഒരു ഇതായിരുന്നു അത്. ഫസ്റ്റ് കാലത്ത് ആദ്യകാലങ്ങളിൽ ചെയ്തിരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. പിന്നെ ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ NISM എക്സാമിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു സിസ്റ്റം ആയ കാരണം കൊണ്ട് പറയണത്. അതിൽ വേറെ നിബന്ധനകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞെന്ന് വെച്ചെങ്കിൽ നമുക്ക് ലീഗലായിട്ട് കോടതിയിൽ പോകാന്നുള്ള സിസ്റ്റം അല്ലാണ്ട് നമുക്ക് ഇപ്പോൾ NSE പോലെ അല്ലെങ്കിൽ സെബിനെ പോലെ ഒന്നും അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. അത് പണ്ട് കാലഘട്ടത്തിൽ നടന്നിരുന്ന ഒരു സിസ്റ്റം, സ്റ്റാർട്ടിങ് കാലഘട്ടത്തിൽ നടന്നിരുന്ന സിസ്റ്റം. ഇപ്പോഴും അങ്ങനത്തെ കോൺട്രാക്റ്റുകളും കാര്യങ്ങളൊക്കെ നടക്കണ്ടാവാം. പക്ഷെ അത് ഔട്ട്സൈഡ് ആണ് ഇതിന്റെ കാര്യങ്ങൾ നടക്കുക കേട്ടോ. പിന്നെ ഫ്യൂച്ചേഴ്സിനെ പറ്റി നമ്മൾ പിന്നെ പറഞ്ഞ പോലെ തന്നെ ഈ കോൺട്രാക്റ്റുകൾ ഭാവിയിൽ നമ്മൾ ഇപ്പോ കച്ചവടത്തിന്റെ കഥ പറഞ്ഞ പോലെ ഭാവിയിൽ ഈ വില കൂടുന്നുള്ള കണക്കിൽ നമ്മൾ ബൈ ചെയ്യണം, അല്ലെങ്കിൽ കുറയുന്നുള്ള രീതിയിൽ നമ്മൾ സെല് ചെയ്യണം. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാ സ്റ്റോക്കുകളിലും. ഇപ്പോ റിലയൻസിന്റെ സ്റ്റോക്ക് ആയാലും എല്ലാ സ്റ്റോക്കുകളിലും ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇൻഡെക്സിലായാലും ഇൻഡെക്സിന്റെ മൂവ്മെന്റ് നോക്കിയിട്ട് ഇപ്പോൾ ഒരു ഇൻഡെക്സ് നിഫ്റ്റി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 24,600 ആണ്, 24,700 ആവും, 800 ആവും. അടുത്ത മാസം അത് 25,000 കടക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഫ്യൂച്ചറിനെ നമുക്ക് പ്രവചിക്കാൻ കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റും, ഹെഡ്ജ് ചെയ്യാൻ പറ്റും. ഹെഡ്ജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ സ്റ്റോക്കുകളെ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇൻഡെക്സിന്റെ തന്നെ ETF കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് മൊത്തം നിഫ്റ്റിയിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ ഹെഡ്ജ് ചെയ്യാനായിട്ടും നമ്മൾ അതായത് അപ്പ് ആയാലും ഡൗൺ ആയാലും ഹെഡ്ജ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കണ ടൂളാണ് ഈ ഫ്യൂച്ചറിനെ വേണ്ടിയിട്ട് ഉള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അത് ഹെഡ്ജിങ്, സ്പെക്കുലേഷനും പിന്നെ ആർബിട്രേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡീറ്റെയിൽസ് പഠിക്കട്ടെ. ജസ്റ്റ് എന്ന് പറയാൻ മാത്രം. അതായത് ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് വേറൊരു മാർക്കറ്റിൽ ലാഭത്തിന് വിൽക്കുമ്പോൾ, അതായത് സെൻസെക്സിൽ 101 രൂപയുള്ള ഒരു സ്റ്റോക്ക് PSE 102 വിചാരിക്കുക, അല്ലെങ്കിൽ 150 വിചാരിക്കുക. അങ്ങനെ ചെയ്യണേനാണ് ഈ ആർബിട്രേജ് എന്ന് പറയട്ടെ. അപ്പൊ ആ സിസ്റ്റം വർക്ക് ചെയ്യണ വലിയ വലിയ ടീമുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതില്. അതായത് മാർക്കറ്റിന്റെ ഉള്ളിൽ ഒരുപാട് വരുമാനം കിട്ടുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. നമ്മൾ കാണുന്ന പോലെ ഓപ്ഷൻ മാത്രമല്ല ഉള്ളത്. അപ്പൊ അതൊക്കെ പഠിച്ച് വലിയ ഫണ്ട് കൊണ്ട് അധികം റിസ്ക് ഇല്ലാണ്ട് ചെയ്യണ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് ഇതിൽ നടക്കണ സിസ്റ്റങ്ങൾ. അത് നമുക്ക് വലിയ വലിയ പാക്കേജ് ചെയ്യുമ്പോൾ ചെയ്യാം. നമ്മൾ നോർമലി ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് അത്ര ഫണ്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ ഈ ഓപ്ഷന് കാര്യം തിരഞ്ഞെടുക്കുന്നത്, അല്ല വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാഡേ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് ഫണ്ട് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇപ്പോഴും ഒരു ഫണ്ട്
ഇൻവെസ്റ്റ്മെന്റ് മാറ്റി വയ്ക്കുക. പിന്നെ ഫ്യൂച്ചറിൽ സെറ്റ് ആകുമ്പോൾ നമുക്ക് എല്ലാം ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഉണ്ട്. ഓക്കെ. പിന്നെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ അതിനെ ഈ ഫ്യൂച്ചറിന് തന്നെ ഒന്നുകൂടി സെക്ഷനായി തിരിച്ചതാണ് ഈ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരൊറ്റ കോൺട്രാക്ട് വാങ്ങാനല്ലേ പറ്റുള്ളൂ. ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്ട്രൈക്കിനും പ്രൈസ് വരും, ഓരോ സ്ട്രൈക്ക് കൊടുക്കും. അപ്പോൾ ഇപ്പോൾ 24,600 എന്ന് പറഞ്ഞാൽ 24,600 ഒരു വില, 24,650 ഒരു വില, 24,700 വില, 750 വില, രണ്ട് സൈഡും പുട്ട് സൈഡും കോൾ സൈഡും വില. അതാണ് 50 രൂപ വെച്ചിട്ട് 50 പോയിന്റ് വെച്ചിട്ട് ഒരു വില ഇടാൻ പറ്റും. അതുപോലെ തന്നെ സെൻസെക്സിനാകുമ്പോൾ 100 പോയിന്റ് വെച്ചിട്ടാണ്, ബാങ്ക് നിഫ്റ്റിക്ക് 100 പോയിന്റ് വെച്ചിട്ട്. എന്നിട്ട് അതിനൊരു ലോഡ് സൈസിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ ബൈ ചെയ്യുക, സെല്ല് ചെയ്യുക, പുട്ട് ബൈ ചെയ്യുക, പുട്ട് സെല്ല് ചെയ്യുക, കോൾ ബൈ ചെയ്യുക, കോൾ സെല്ല് ചെയ്യുക, അങ്ങനെയുള്ള, അതായത് ഓരോ നിമിഷത്തിലും ഓരോ 5 മിനിറ്റിലടക്കം ആൾക്കാർ പ്രവചിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഓപ്ഷൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും ഇപ്പൊ നിങ്ങൾ ചെയ്യാൻ പോണ ഈ ഗോൾഡ് ആയാലും ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസ് എല്ലാ കാര്യങ്ങളിലും ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാ. അപ്പൊ നിങ്ങൾ ഈ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ബൈ ചെയ്ത്, ഒരുപാട് ആൾക്കാർ സെൽ ചെയ്ത്, ടൂൾ വെച്ച്, ചാർട്ട് വെച്ച്, ഒരുപാട് വലിയൊരു രീതിയിൽ പ്രവചനങ്ങളും ഹെഡ്ജിങ്ങും ഒക്കെ നടക്കുന്ന ഒരു ഏരിയയാണ് ഏത് ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷെ ഓപ്ഷൻ ശരിയായിട്ട് രീതിയിൽ പഠിച്ചെടുത്ത് അതിന് ഹെഡ്ജിങ് ഒക്കെ ചെയ്ത് വലിയ രീതിയിൽ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ ഇതിൽ പ്രോഫിറ്റ് കിട്ടും. പിന്നെ കോൺസെൻട്രേഷൻ ഞാൻ പറഞ്ഞ പോലെ ഒറ്റ കാര്യത്തിൽ മാത്രം നിങ്ങൾ ഏതെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് അതിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വിജയത്തിനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഓപ്ഷൻ കഴിഞ്ഞ പിന്നെ സ്വാപ്സ്, അതായത് രണ്ട് പാർട്ടികൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഇത് നമ്മൾ അത്ര ഡീപ്പായിട്ടൊന്നും നമ്മളും പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതാക്കിയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഞങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എക്സാമിന് അല്ലെങ്കിൽ ഈ ഇതില് എന്തൊക്കെ വർക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. രണ്ട് പാർട്ടികൾ തമ്മിലുള്ള എക്സ്ചേഞ്ച്, ബോത്ത് പാർട്ടികൾ തമ്മിലുള്ള എക്സ്ചേഞ്ച് ആണ് അത് കേട്ടാ. അപ്പൊ അത്ര കാര്യങ്ങളുള്ളതില് ഇതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ഡെറിവേറ്റീവ്സിന്റെ കോമൺ യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഹെഡ്ജിങ്. പിന്നെ സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇന്ന സ്ഥലത്തേക്ക് പോകും അല്ലെങ്കിൽ ഡൗണിലേക്ക് പോകും എന്നുള്ള ഒരു പ്രവചനം, കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സ്പെക്കുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആർബിട്രേജ് ഞാൻ പറഞ്ഞില്ലേ, ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങിയിട്ട് വേറെ എക്സ്ചേഞ്ചിൽ കൊടുക്കണേനാണ്, ലാഭെടുത്ത് കൊടുക്കണേന്ന് ആർബിട്രേജ് എന്ന് പറയാം കേട്ടോ. പിന്നെ ലിക്വിഡിറ്റി കൂടുതലായിരിക്കും. റിസ്ക് മാനേജ്മെന്റ് നോക്കുകയാണെങ്കിൽ റിസ്ക്കും കൂടുതലായിരിക്കും. ചെറിയ ഫണ്ട് കൊണ്ടാണ് നമ്മൾ വലിയ ഫണ്ട് ഉണ്ടാക്കുന്നത്, അത് കാരണം കൊണ്ടുള്ള ഒരു റിസ്ക് ഉണ്ടായിരിക്കും. പിന്നെ അതിനനുസരിച്ച് മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ഹൈ റിസ്ക് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചർ വാങ്ങുമ്പോൾ ഫോർവേഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വില കൂടി കഴിഞ്ഞാലാണ് നമുക്ക് ബൈ ചെയ്തവർക്ക് ലാഭം, സെല്ല് ചെയ്തവർക്ക് വില കുറഞ്ഞു കഴിഞ്ഞാല് ലാഭം. അതാണ് അതിന്റെ കൺസെപ്റ്റ് കേട്ടാ. ഓക്കെ. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള മത്സരം, അത് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് അതിന്റെ കണക്കൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ മാർക്കറ്റിനെ അനലൈസ് ചെയ്യാനായിട്ട്. ഓക്കെ. പിന്നെ കോൾ ഓപ്ഷൻ, ബയ്യർ കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലർ. കോൾ ഓപ്ഷൻ അത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതേസമയം പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷന് സെല്ല് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് റിസ്ക് ആണ്. കോൾ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ നമ്മുടെ പ്രീമിയം മാത്രമാണ് നമുക്ക് റിസ്ക് വരണുള്ളൂ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു സിനാരിയോ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് വരിക. പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ലാഭം. ഓക്കെ. മാർക്കറ്റ് നേരെ മറിച്ച് അഗനിസ്റ്റ് ആണ് വെച്ചെങ്കിലോ നമുക്ക് കോൾ ഓപ്ഷൻ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു സിനാരിയ. മാർക്കറ്റ് തിരിഞ്ഞ് മുകളിലേക്ക് പോയാൽ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്ത് നമുക്ക് നഷ്ടം വരും. അങ്ങനെയാണ് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും തമ്മിലുള്ള ഒരു സിനാരിയോ വർക്ക് ചെയ്യണത് കേട്ടാ. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടാ. റിയാലിറ്റി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയാണ്, അതിന് എക്സ്പീരിയൻസിങ് കാര്യങ്ങളൊക്കെ വേറെയാണ്. അത് നമുക്ക് ഡെയിലി ലൈവ് ചെയ്തിട്ടും നമ്മുടെ ഒപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടും പഠിക്കാം. ഓക്കെ. അപ്പോൾ ഡെറിവേറ്റീവ്സ് എന്താണെന്നുള്ളതും ഏതൊക്കെ തരം ഡെറിവേറ്റീവ്സ് ഉണ്ടെന്നുള്ളതും ഡെറിവേറ്റീവ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതും ലോകത്ത് എങ്ങനെയാണ് ഡെറിവേറ്റീവ്സ് എല്ലാ സെഗ്മെന്റിലും ഉള്ളതെന്നുള്ളതും അതിന്റെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സെഗ്മെന്റും ഇപ്പൊ ഗോൾഡ് അതിന്റെയൊക്കെ വില തീരുമാനിക്കുന്നത് അതിന്റെ സ്ട്രൈക്ക് പ്രൈസുകൾ വെച്ചിട്ടാണ്. ഇപ്പൊ ക്രൂഡ് ഓയിലിന്റെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഡീസല്, പെട്രോള്, ഈ ഇതിന്റെ ഒക്കെ വില മാറുന്നതിനനുസരിച്ച്, അതായത് ക്രൂഡ് ഓയിലിന്റെ വില മാറുമ്പോൾ ഡീസലിന്റെയും പെട്രോളിന്റെ ഒക്കെ വില മാറില്ലേ. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഗോൾഡിന്റെ വില വെച്ചിട്ടാണ് ഗോൾഡിന്റെ ഓരോ സ്ട്രൈക്കുള്ള വില വെച്ചത് മാത്രം. അതുപോലെ നിഫ്റ്റി എന്നൊക്കെ പറഞ്ഞ ഒരു ഇൻഡെക്സ് വെച്ചേക്കുന്നത്. അപ്പൊ ഇൻഡെക്സിന് ഒരു വില വെച്ചിട്ട് നിഫ്റ്റിയുടെ വില മാറി കഴിഞ്ഞാൽ അതായത് ആ സ്ട്രൈക്കുകളുടെ വില മാറും. സെൻസെക്സിന്റെ ഒക്കെ അതേ സിസ്റ്റം നേട്ടാ. അപ്പൊ മനസ്സിലായില്ലേ. അപ്പൊ അതാണ് ഇത്. ക്രൂഡ് ഓയിലിന്റെ വില വെച്ചിട്ട് ക്രൂഡ് ഓയിലിന് ഇതുപോലെ ഓരോ പ്രൈസുകൾ കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ക്രൂഡ് ഓയിലിന് ഒരു വില കണക്കാക്കിയിട്ട്, അതായത് ഇപ്പോഴത്തെ എന്താണ് വില ആ വില കണക്കാക്കിയിട്ട്. ഇപ്പൊ നിഫ്റ്റി എങ്ങനെയാ മൂവ് ചെയ്യണത്, നിഫ്റ്റിയുടെ വില എങ്ങനെയാ 50 സ്റ്റോക്കുകളുടെ വെയിറ്റേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള പെർസെന്റേജ് നോക്കിയിട്ടാണ്. അപ്പൊ ആ മൂവ്മെന്റ് നോക്കിയിട്ട് അതിനൊരു സ്ട്രൈക്ക് വെച്ചിട്ട് അതിന്റെ മൂവ്മെന്റ് വെച്ചിട്ട് അതിന് വീക്കിലി മന്ത്ലി എക്സ്പയറി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ടുള്ളതാണ്
മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു സാഗരമാണ്. അപ്പൊ അതില് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യുക. നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റിയിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ഓപ്ഷനെ പഠിക്കാൻ നോക്കുക, അല്ലെങ്കിൽ സ്റ്റോക്ക് ആണെങ്കിൽ സ്റ്റോക്കിൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് പഠിക്കാൻ നോക്കുക. അപ്പൊ ഓക്കെ, എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി. എല്ലാവരും ലൈക്കും കമന്റും ഒക്കെ ചെയ്യുക, ഫോളോ ചെയ്യുക. ഇതൊക്കെ പഠിച്ചിട്ട് നമ്മുടെ പുതിയ തലമുറ നല്ല അറിവുള്ളവരായിട്ട് വരട്ടെ. അതിനുവേണ്ടിയാണ് ഈ ഇനീഷ്യേഷനൊക്കെ ഞാനും അംജദ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ മാക്സിമം ഇതെടുത്തിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് അറിയിച്ചോ. പിന്നെ നമ്മള് മുന്നത്തെ ക്ലാസ്സുകളുണ്ട്, NISM സീരീസ്, അത് നോക്കിക്കോളൂട്ടോ. അത് നോക്കിയിട്ട് ഒരു നോട്ടാക്കി വെച്ചിട്ട് നിങ്ങൾ പഠിച്ചോളൂ, എല്ലാതും നോട്ട് ചെയ്ത് വെച്ചോളൂ, എല്ലാ ക്ലാസ്സും ഫോളോ ചെയ്തോളൂ. പിന്നെ നമ്മൾ ബുധനാഴ്ച ദിവസങ്ങളും ശനിയാഴ്ച ദിവസം 7 മണിക്കാണ് നമ്മുടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യണത്. അപ്പോ എല്ലാവരും ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടോളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.